അസ്സലാമു അലൈക്കും, വെൽക്കം ടു ലജീസ് ഡെലിക്കസീസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ, മലബാർ ദം ബിരിയാണിയാണ്. ഇത് മൾട്ടി ലെയേർഡാണ്. അപ്പോൾ അതിനാവശ്യം ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 1 kg ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കണം. അതിന് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് തൈരും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ജാറിൽ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ഒരു സ്പൂണും കൂടെ എടുത്ത് തിൽക്ക് നല്ലോണം കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഡ്രൈഡ് ഓണിയൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ആൻഡ് ഗീയിൽ നമ്മൾ ഓണിയൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കുതിർത്തി വെക്കാം കേട്ടോ, വെള്ളമൊഴിച്ചിട്ട്. പിന്നെ അതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, നല്ലോണം ഫ്രൈ ആവണ്ട. ഇതിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ആ ചിക്കനിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഓയിലും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിന്ന് മസാല ഈ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഓയിലും ഗീയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് 2 പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സവാള, നമ്മളിവിടെ സ്ലൈസ് ചെയ്ത് വെച്ച സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മസാലകളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൊടി, പിന്നെ നമ്മൾ ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക്കും പിന്നെ ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചൊന്ന് ഇതായപ്പോൾ പിന്നെ കുറച്ച് 2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് കുറച്ച് എനിക്ക് അത്യാവശ്യം വലിയൊരു തക്കാളി ആയിരുന്നു, അപ്പോൾ ഞാൻ 1 ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ കുറച്ച് 2 സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടി പിടിക്കാണ്ട് നോക്കണം. പിന്നെ ഞാനൊരു ഹാൻഡ്ഫുൾ ഓഫ് കൊറിയാണ്ടർ ആൻഡ് പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മസാല ഒന്ന് ആയതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ചിക്കനൊക്കെ നല്ല വെള്ളം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ റൈസ് ആക്കി മാറ്റി വെക്കാം. അപ്പോൾ അതിന് ആദ്യം നെയ്യും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പട്ട, ഗ്രാമ്പൂ, പിന്നെ തക്കോലം, സ്റ്റാർ അനീസ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരി ഇട്ടൊന്ന് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഞാൻ അപ്പോഴേക്കും വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ 4 ഗ്ലാസ് ഒഴിച്ചില്ല, 3.25 അല്ലെങ്കിൽ 3.5 അങ്ങനെ ഞാൻ ഒഴിച്ചുള്ളൂ. അപ്പോഴാണ് നമുക്ക് അരി ഇങ്ങനെ നല്ല വിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അത് ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ ഒരു 80% കുക്കായി. ഇനി നമ്മുടെ ദം പ്രോസസ്സാണ്. അപ്പോൾ ആദ്യം ഒരു വലിയൊരു പാനിൽ നമ്മൾ കുറച്ച് ഗീ ഇട്ട് കൊടുത്ത് പിന്നെ റൈസാണ് ഞാൻ ഇവിടെ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മല്ലിയില, പിന്നെ ഗരം മസാല, പിന്നെ നമ്മൾ കാഷ്യൂവും ഗ്രേപ്സും ഒന്ന് വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും, പിന്നെ ഫ്രൈഡ് ഓണിയൻസും, പിന്നെ സാഫ്രോണിൽ വെള്ളമൊഴിച്ച് വെക്കുന്നവർക്ക് അത് യൂസ് ചെയ്യാം. പക്ഷെ എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ പാലും വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ആ യെല്ലോ കളർ കൊണ്ടുവന്നത്, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അഗെയിൻ ചിക്കൻ്റെ ആ മസാല ലെയർ, റൈസ്, ഈ ലെയറിങ് വന്നിട്ട് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ ലാസ്റ്റ് ഫൈനലി നമ്മൾ ചോറ് ലെയർ ചെയ്തതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഫൈനലായിട്ടുള്ള എല്ലാ കാഷ്യൂ, പിന്നെ ഫ്രൈഡ് ഓണിയൻസ് ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ദമ്മ് വെക്കാൻ പോവാണ് കേട്ടോ. ദമ്മ് വെക്കാൻ എൻ്റെ അടുത്തൊരു പഴയൊരു ദോശക്കല്ലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ആദ്യം ഫുള്ള് ഫ്ലെയിമിൽ 5 മിനിറ്റ്സ് വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചു എടുത്ത് നല്ല നല്ല സ്മെല്ലും നല്ല ഒരു മലബാർ ദം ബിരിയാണി റെഡി. ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം പ്ലീസ്.